ദൈവതിരുനാമത്തിന് മഹത്വം. ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് രണ്ട് കുടുംബങ്ങളുടെ, പ്രിയ ബ്രോണിയയുടെയും പ്രിയ അലക്സിൻ്റെയും മാതാപിതാക്കൾ ഒത്തിരി പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബ്രോണിയ ഗ്രേസിൻ്റെയും അലക്സ് ജോയിയുടെയും സ്വപ്നങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ സാക്ഷാത്കാര നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മഹനീയമായ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രിയ രണ്ട് മക്കളും പദമൂന്നുവാൻ അവർ പങ്കെടുക്കുവാൻ പോവുകയാണ്. ഈ ശുശ്രൂഷ നടത്തുന്നത് ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ജനറൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സതീഷ് നെൽസൺ അവർകളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന ബഹുമാന്യ കർത്തൃദാസനായ പാസ്റ്റർ സതീഷ് നെൽസൺ അവർകളെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ഇന്റർനാഷണൽ സയൻ അസംബ്ലിയുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ, ഇന്നത്തെ ബ്രൈഡ് ഗ്രൂം അലക്സ് ജോയ്, ഇന്നത്തെ ബ്രൈഡ് ബ്രോണിയ ഗ്രേസ് അനീഷ, ഇരു ഭവനക്കാരുടെയും ക്ഷണം സ്വീകരിച്ച ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ചുരുങ്ങിയ സമയം കൊണ്ട് ശക്തവും അനുഗ്രഹീതവുമായ ദൈവവചന സന്ദേശം നമ്മുടെ ഇടയിൽ പ്രഘോഷിച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് സൗത്ത് റീജിയൻ ഡയറക്ടറായിരിക്കുന്ന ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ PK യേശുദാസ് അവറുകൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആത്മനിറവിൽ ആലപിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ബ്രദർ കർത്താവിന്റെ ദാസൻ ഇമ്മാനുവേൽ, എന്നേക്കാൾ പ്രായത്തിലും പക്വതയിലും ദൈവവചന പരിജ്ഞാനത്തിലും ശ്രേഷ്ഠന്മാരായ അനുഗ്രഹീതരായ നിരവധി കർത്തൃദാസന്മാർ ഇന്ന് ഈ വേദിയിലുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദവും പ്രാർത്ഥനയും ഞാൻ പ്രാരംഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഈ വിഭാഗ ശുശ്രൂഷ ഇന്നിവിടെ നടത്തുന്നതിന് ദൈവം മുൻ നിർണയപ്രകാരം എന്നെ കാണുകയും നിയോഗിക്കുകയും ചെയ്തത് എൻ്റെ ശുശ്രൂഷകളിലെ ഏറ്റവും വലിയ പദവികളിൽ ഒന്നായി ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ട അലക്സ് ജോസിൻ്റെയും ബ്രോണിയ ഗ്രേസിൻ്റെയും അനുഗ്രഹീതരായ മാതാപിതാക്കൾ, കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന നമുക്കേവർക്കും അഭിമാനമായ ഇരു പ്രസ്ഥാനങ്ങൾക്കും അനുഗ്രഹമായ ദൈവദാസന്മാർ, രണ്ടുപേരുടെയും ആത്മീക പൈതൃകമുള്ള കുടുംബ പശ്ചാത്തലങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച് നിങ്ങളോട് ഇതെപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഓഡിയൻസിനോട് ചോദിച്ചാൽ എത്രയും വേഗം ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളുടെ ശരീരഭാഷ കൊണ്ട് ഓരോരുത്തരും അത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പ്രോഗ്രാം ഷീറ്റ് കൊണ്ട് പാസ്റ്റർ എത്രയും പെട്ടെന്ന് ഇതിനെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങളെ ഭക്ഷണം കഴിക്കുവാൻ വിടൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേഗത്തിൽ പ്രാർത്ഥിച്ച് ആശീർവദിക്കൂ എന്ന് നിങ്ങൾ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി കൊണ്ട് നിങ്ങൾ ആ പ്രോഗ്രാം ഷീറ്റ് വീശി ഞങ്ങളെ ഇന്ന് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ പരിമിതപ്പെടുത്തി പ്രിയ കുഞ്ഞുങ്ങളെ വേഗത്തിൽ പ്രാർത്ഥിച്ച് ആശീർവദിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിവാഹത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദൈവത്താൽ സ്ഥാപിതമായ വിവാഹത്തെക്കുറിച്ചുള്ള 5 നിർദ്ദേശങ്ങൾ, അതിൻ്റെ പരമപ്രധാനമായ ദൈവിക ഉദ്ദേശങ്ങളെക്കുറിച്ച് കർത്തൃദാസനിൽ കൂടി നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ ആഘോഷമായി നടത്തപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് വിവാഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടുംബം എന്ന വ്യവസ്ഥിതിക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രധാനമായി 2 സോഷ്യോളജിക്കൽ ചേഞ്ച്, കുടുംബം, വിവാഹം, ഈ സംവിധാനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് നമുക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പട്ടണവൽക്കരണവും, 2 വ്യവസായവൽക്കരണവും. ഈ വാക്ക് ഞാനിവിടെ പറയേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രധാനമായി സംഭവിക്കപ്പെട്ട 2 മാറ്റങ്ങൾ, നമ്മുടെ സമൂഹത്തിലുണ്ടായ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഈ മുൻകാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതികളായിരുന്നു. അപ്പൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സഭ, പാസ്റ്റ്, എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള
തീരുമാനങ്ങൾ എടുക്കുന്ന, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ സാഹചര്യങ്ങളെല്ലാം മാറി ഇന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് സാഹചര്യങ്ങളെല്ലാം മാറ്റപ്പെട്ടത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെതായ പ്രശ്നങ്ങളും ഇന്ന് സമൂഹത്തിൽ, കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ബിന്ദു കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ ബന്ധങ്ങളുടെയും എല്ലാ റിലേഷൻഷിപ്പുകളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് സ്നേഹം എന്നതാണ്. സ്നേഹിക്കുവാൻ കഴിയുക, സ്നേഹിക്കുക എന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്, കൽപ്പനയായി തന്നിരിക്കുന്നത് സ്നേഹിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഇന്നെനിക്ക് പ്രിയപ്പെട്ട അലക്സിനോടും പ്രിയ ബ്രോണിയോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ധന്യകരമായ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളെ നിർദ്ദേശിക്കുന്നത്, ഉപദേശിക്കുന്നത് ദൈവസ്നേഹത്തിന് അധിഷ്ഠിതമായ നിലവാരത്തിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹം എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ധന്യനായ പൗലോസ് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച്, അവരുടെ കടപ്പാടുകളെ കുറിച്ച് വിവരിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ് ലീഹ ഭർത്താക്കന്മാരോട് പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പീൻ എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ഭാര്യയെ സ്നേഹിപ്പിൻ എന്ന ആ പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്നാണ്. പ്രതിഫല ഇച്ഛയില്ലാത്ത, ഉപാധികളില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് അഗാപ്പെ? ആ സ്നേഹത്തെക്കുറിച്ച് അമ്മേ സ്തോത്രം നമുക്ക് നിർവചിച്ചിരിക്കുന്നത് വിശുദ്ധ തിരുവിടത്തിൽ കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലാണ് പൗലോസ് നിർവചിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്നേഹത്തിന്റെ ആഴമായ അനുഭവങ്ങളെ കുറിച്ച്, സ്നേഹം ഉള്ളിടത്ത് എന്തുണ്ട്, എന്തുണ്ടാകത്തില്ല എന്ന് 13-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്നേഹമുള്ളിടത്ത് ദീർഘമായി ക്ഷമിക്കുവാൻ കഴിയുന്നു. സ്നേഹമുള്ളിടത്ത് ദയ ഉണ്ടാകും. സ്നേഹം നിഗളിക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്നേഹം പൊറുക്കുന്നു, എല്ലാവരെയും വിശ്വസിക്കുന്നു, തിന്മ ചെയ്യുന്നില്ല, എല്ലാവരോടും നന്മ ചെയ്യുവാൻ സ്നേഹം ഇഷ്ടപ്പെടുന്നു. ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ വിധത്തിൽ സ്നേഹത്തിന്റെ നല്ല ഫലങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, ഇന്ന് അലക്സിന്റെയും ബ്രോണിയുടെയും ജീവിതത്തിൽ മാത്രമല്ല, ദൈവദാസന്മാരായ നമ്മുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ സ്നേഹത്തിന്റെ നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ, അമ്മേ സ്തോത്രം, ഉപാധികളില്ലാതെ സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ, എല്ലാം പ്രത്യാശിക്കുവാൻ, എല്ലാം വിശ്വസിക്കുവാൻ, ചൈതന്യകരമായ നിലവാരത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകുമാറുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയാം. പഴയ നിയമത്തിൽ വിഭാഗം എന്നതിന് കൊടുത്തിരിക്കുന്നത് അറിയുക എന്ന പദമാണ്. പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ വിഭാഗം എന്നതിന് കൊടുത്തിരിക്കുന്നത്. ആദാം ഹൗവയെ പരിഗ്രഹിച്ചു എന്ന ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദം ഇതാണ്: ആദാം ഹൗവയെ അറിയുവാനിടയായി തീർന്നു. എല്ലാവർക്കും മാന്യമെന്ന് പറഞ്ഞ, നിർമ്മലമെന്ന് പറഞ്ഞ, ദൈവത്താൽ സ്ഥാപിതമായ, ദൈവത്താൽ ആശീർവദിക്കപ്പെട്ട ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട ബ്രദർ അലക്സും പ്രിയ ബ്രോണിയെയും പ്രവേശിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പരസ്പരം അറിയുന്നവരാകുക. സ്തോത്രം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ, വിജയകരമായ അനുഭവങ്ങളിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് 3 നിർദ്ദേശങ്ങൾ കമ്പിവാദ്യങ്ങൾ പോലെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അലക്സും ബ്രോണിയും ഒന്ന് ചിരിച്ചാട്ടെ. എല്ലാവരും കൈയൊന്ന് ഉയർത്തി കാണിച്ച് നിങ്ങളെ ചിരി എല്ലാവരും ഒന്ന് കാണട്ടെ. ഒന്ന് കൈയൊന്ന് വീശി കാണിച്ചേ, കൈയൊന്ന് വീശി കാണിച്ചേ. എല്ലാവരും, നിങ്ങളെല്ലാവരും ചൂടൊക്കെ ഉണ്ട് എനിക്കറിയാം. പാസ്റ്റേഴ്സ് എല്ലാവരും ഇവരെ ഒന്ന് അഭിവാദ്യം ചെയ്താട്ടെ, ഒന്ന് കൈ ഉയർത്തി കാണിച്ചാട്ടെ. വളരെ ഫ്രീ ആയിട്ടിരുന്നാട്ടെ. കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് ഒന്നാമത് ചെയ്യേണ്ട കാര്യം, സ്തോത്രം, ഞാൻ നിങ്ങളോട് നിർദ്ദേശമായിട്ട് ഇന്ന് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു. ഒന്ന്, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പരസ്പരം അനുഗ്രഹമായിരിക്കുക.
ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ഇരുവരും പരസ്പരം അനുഗ്രഹമായിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ തോട്ടമായ ഏദേനിലാക്കിയിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു മഹാദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൽ ആയിരം ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തിന് കീഴിൽ ദൈവത്താൽ നിങ്ങൾ യോജിക്കപ്പെടുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ബ്രദർ അലക്സും ബ്രോണിയ ഗ്രേസും എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്, ഇന്നു മുതൽ ദൈവത്താൽ ഞങ്ങൾ ഇവിടെ യോജിക്കപ്പെടുമ്പോൾ ഉഭയസമ്മത വാചകങ്ങൾ പറഞ്ഞ് ഉടമ്പടിയുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം അനുഗ്രഹമായിരിക്കും. സ്തോത്ര. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, വിജയകരമായ കുടുംബജീവിതം നയിക്കപ്പെടുവാൻ രണ്ടാമത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം, നിങ്ങൾ പരസ്പരം സംരക്ഷകരാകുക. പരസ്പരം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാകുക. കുറ്റപ്പെടുത്തലുകളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്താൽ ആശീർവദിക്കപ്പെട്ട് ഈ കുടുംബജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ മാനുഷികമാണ്, സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വന്നെന്നിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് ഉറപ്പ് പറയുന്നു, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു ചേർന്ന് നടന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ തർക്കങ്ങളും വാദങ്ങളും എല്ലാം പരിഹരിച്ചതുപോലെ മുപ്പിരിച്ചരട് ഒരിക്കലും അറ്റുപോകുന്നില്ല എന്ന് ദൈവത്തിന്റെ ദാസൻ ഇവിടെ വചനത്തിൽ കൂടി പറഞ്ഞതുപോലെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ പരസ്പരം മരണപര്യന്തം ജീവിതത്തിന്റെ അവസാനം വരെ ഞങ്ങൾ പരസ്പരം സംരക്ഷകരാകുമെന്ന് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. ഒന്ന്, പരസ്പരം അനുഗ്രഹമായിരിക്കുക. രണ്ട്, പരസ്പരം സംരക്ഷകരായിരിക്കുക. കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ താഴ്ചകൾ വരട്ടെ, പരാജയങ്ങൾ വരട്ടെ, കഷ്ടങ്ങൾ വരട്ടെ, മാനസിക സംഘർഷങ്ങൾ വരട്ടെ, എന്ത് പ്രതിസന്ധി വന്നാലോ കർത്താവ് നിങ്ങളുടെ ജീവിത പടകിൽ ഉണ്ടെങ്കിൽ കാറ്റ് കടല് ശാന്തമാകാ എന്ന് പറഞ്ഞ് അമർച്ച ചെയ്ത കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തോൽവികളും പരാജയങ്ങളും ഒരുപക്ഷെ വന്നു എന്നിരിക്കാം. പക്ഷെ അവിടെയൊന്നും നിങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ നടക്കുവാനിടയായി തീരോ, അവൻ നിങ്ങളുടെ കൈപിടിക്കുവാനിടയായി തീരും. സ്തോത്ര. ക്രിസ്തു നിങ്ങളുടെ നായകനായി കർത്താവിനോട് ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹിതവും ഇഷ്ടവും നിർവഹിച്ച് ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പ്രിയപ്പെട്ട അലക്സും ബ്രോണിയ ഗ്രേസോ വളരെ ആത്മീക പൈതൃകമുള്ളവരും ദൈവവചന നന്നായിട്ട് ആധികാരികമായി പഠിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ഭാര്യയുടെ കടമകൾ ഇന്നതാണ്, ഭർത്താവ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, കീഴ്പ്പെട്ടിരിക്കണം, അംഗീകരിക്കണം. ഇതൊന്നും നിങ്ങളെ ഇന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അക്കമിട്ട് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ ആധികാരികമായിട്ട് നിങ്ങൾ പഠിച്ച് അടിസ്ഥാനപരമായി ഉറച്ചാണ് ഇന്ന് വിവാഹവേദിയിലിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നവരായിരിക്കുക, പരസ്പരം നിങ്ങൾ സംരക്ഷിക്കുന്നവരായിരിക്കുക. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന മേഖലയിൽ കർത്താവിന് സ്ഥാനം കൊടുക്കുക. കർത്താവിന് നിങ്ങൾ കേന്ദ്ര സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും, ആ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കും, ആ വീട്ടിന് വളർച്ച ഉണ്ടായിരിക്കും, ആ വീട്ടിന് സമൃദ്ധി ഉണ്ടായിരിക്കും. മലമേലിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ, വറ്റിപ്പോകാത്ത തോട് പോലെ, ഫലം നിന്നു പോകാത്ത തോട്ടം പോലെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം വർദ്ധിപ്പിക്കട്ടെ. പ്രാദേശിക സഭകൾക്ക് അവർ അനുഗ്രഹമായിരിക്കട്ടെ, ലോക രാജ്യങ്ങൾക്ക് അവർ അനുഗ്രഹമായിരിക്കട്ടെ. ദൈവം ഇരുവർക്കും മാന്യമായ വിദ്യാഭ്യാസം കൊടുത്തു, നല്ല പ്രൊഫഷൻ രണ്ടുപേർക്കും കൊടുക്കുവാനിടയെ തീർന്നു. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹവേദിയിൽ ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഇവർ എല്ലാ മേഖലയിലും അനുഗ്രഹമായി തീരട്ടെ, ദൈവരാജ്യത്തിന് ഇവർ പ്രയോജനമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയിൽ ഇവർ വളർന്ന് ശോഭിച്ച് മാതൃകയുള്ളവരായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി പരിലസിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ആശീർവാദമാകട്ടെ. എല്ലാവരും ആ കരമൊന്ന് ചേർത്തടിച്ച് ഇവരെ ഒന്ന്, ഈ വചന ശുശ്രൂഷ ഇവർക്കൊന്ന് ബ്ലെസ്സിംഗ് ആയി തീരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്താട്ടെ. ഹല്ലേലൂയ.
അന്യഭാഷകളിൽ എല്ലാവരും ചേർന്ന് 1-2 മിനിറ്റുകൾ ദൈവ സാന്നിധ്യമുള്ള ഇടമാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹവേദിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റിനേക്കാൾ ഏറ്റവും ആത്മനിറവിലൊന്ന് കരമടിച്ച് ഇവർ അനുഗ്രഹമായിരിക്കാൻ, ഇവർ സംരക്ഷകരായിരിക്കാൻ, ഇവർ ക്രിസ്തുവുള്ള ജീവിതം നയിപ്പാൻ കൃപ ലഭിപ്പാനായി ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവദാസന്മാരല്ല ഈ വിഭാഗവേദി ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള ഇടവോ ആത്മനിറവോ വസിക്കുന്ന ഇടവുമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നൽകട്ടെ. ദൈവത്തിന്റെ മഹാകൃപയിൽ ആശ്രയിച്ച വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവദാസന്മാരുടെ ഹൃദയംഗമായ പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദമാണ് മറ്റേതിനേക്കാളും വിലപ്പെട്ടത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണമെന്നും ദൈവനാമത്തിൽ അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം കണ്ണുകളെ അടച്ച് ഈ കുഞ്ഞുങ്ങളെ തുടർന്ന് വിവാഹ ഉടമ്പടി വാചകങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മഹാദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യത്താൽ ഏതേൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് അവിടുത്തെ അഗ്നിമയമായ കരങ്ങളാൽ സംയോജിപ്പിച്ച ആദ്യ മാതാപിതാക്കളെ യോജിപ്പിച്ച ദൈവ ഇവരെ യോജിപ്പിക്കുവാനായി നമുക്ക് ഒരു നിമിഷം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും ദൈവദാസന്മാർ പ്രത്യേകിച്ച് 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹീത കർത്താവിന്റെ ദാസൻ പാലോട് സെക്ഷൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ സാബുകുമാർ മുന്നോട്ട് വന്ന് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കും. അതിനുശേഷം എന്റെ ഓർഡറിൽ നിന്ന് ഞാൻ അല്പം വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടി പറയുന്നു. സാധാരണ ഉടമ്പടി വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തതിന് ശേഷമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ വായിച്ചു കേൾക്കാറുള്ളത്. എന്നാൽ ഈ ശുശ്രൂഷയിൽ ആത്മാവിന്റെ നിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബുകുമാർ പ്രാർത്ഥിച്ചതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകളെ ഓർമ്മപ്പെടുത്തുന്ന 3 തിരുവചന ഭാഗങ്ങൾ നിയുക്തരായ ദൈവദാസന്മാർ 3 പേർ മുന്നോട്ട് കടന്നു വന്ന് വായിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിലയേറിയ അവിടുത്തെ തേജസ് ഞങ്ങളുടെ മധ്യത്തിൽ ഇന്നു പകൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദമിനെയും ഹവ്വയെയും തമ്മിൽ യോജിപ്പിച്ച സർവശക്തനായ ദൈവത്തിന്റെ മഹാകരുണ ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളെ തമ്മിൽ യോജിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കാർമ്മിക ശുശ്രൂഷകൾ നിർവഹിപ്പാൻ അങ്ങയുടെ അഭിഷിക്തന്റെ മേൽ വിശേഷമാകുന്ന ഈ അഭിഷേകവും ദൈവകൃപയും കർത്താവ് ഇപ്പോൾ തന്നെ പകർന്ന് ശക്തീകരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്താലും എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-19. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതവണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ നിങ്ങളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയെയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം
3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നന്മ ചെയ്തു യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങളുടെ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റേഴ്സ്. നിങ്ങൾ വായിച്ച വചനത്തിന് പ്രാർത്ഥനയ്ക്ക് എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ അലക്സ് ജോയ് ബ്രോണിയ, നിങ്ങൾ ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ എന്നും പ്രാവർത്തികമാകട്ടെ, പിന്തുടരട്ടെ എന്ന് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്റർനാഷണൽ സയൻ അസംബ്ലിയുടെ വിഭാഗ രജിസ്റ്ററിൽ നിന്നുള്ള വിവാഹ പരസ്യം ഞാൻ വായിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ തൊളിക്കോട് വില്ലേജിൽ തേവൻപാറയിൽ ചീനിവിള വീട്ടിൽ പാസ്റ്റർ RB ജോയുടെയും ശ്രീമതി റിനി ജോയുടെയും മകൻ അസംബ്ലീസ് വാർഡ് കൊടുങ്ങാവിള സഭാംഗമായ അലക്സ് ജോയ്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരകുളം വില്ലേജിൽ കാഞ്ഞിരകുളം പഞ്ചായത്തിൽ ഗ്രേസ് വിലയിൽ പാസ്റ്റർ യേശുദാസിന്റെയും ശ്രീമതി നിത്യ നീഷയുടെയും മകൾ ഇന്റർനാഷണൽ സയൻ അസംബ്ലി സഭാംഗമായ ബ്രോണിയ ഗ്രേസ് അനീഷയും, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടത്തിക്കൊടുക്കുന്നതിന് ഇരു സഭക്കാരും കുടുംബാംഗങ്ങളും മുൻകൂട്ടി തീരുമാനിച്ച് വിവാഹ നിശ്ചയം നടത്തി ഉറപ്പിച്ചിട്ട് ഉള്ളത്. നാളിന്ന് വരെ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് നിയമപരമായോ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലോ സഭയിൽ സഭാപരമായ മേഖലകളിലോ യാതൊരുവിധ തടസ്സങ്ങളും ആരും ഉന്നയിച്ചിട്ടില്ലാത്തതിനാൽ ദൈവത്തിന്റെ മഹാകൃപയിൽ ആശ്രയിച്ച് ഈ വിവാഹം നടത്തിക്കൊടുക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ എല്ലാം അനുവാദം ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അതിന് സമ്മതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ഏതെങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കത് തെളിവ് സഹിതം പരസ്യമായി പറയാൻ അനുവാദമുണ്ട്. നിങ്ങളുടെ മൗനം സമ്മതമായി ഞാൻ കാണുന്നു. പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ മൗനമായിരിക്കുന്നത് പോലെ എല്ലാ നാളിലും ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ മൗനമായിരിക്കണം. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകളും ഇടപെടലുകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ പ്രിയപ്പെട്ട അലക്സ് ജോയോടും ബ്രോണിയ ഗ്രേസിനോട് ഞാൻ ചോദിക്കുകയാണ്. പ്രിയ അലക്സിനോട് ഞാൻ ചോദിക്കുന്നു, സർവ ഹൃദയ രഹസ്യങ്ങളെയും അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നിന്റെ സമീപം നിൽക്കുന്ന ബ്രോണിയ ഗ്രേസ് എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ ദൈവസന്നിധിയിൽ തീരുമാനിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും മരണം നിങ്ങളെ വേർപിരിക്കുന്നതുവരെ എന്നാളും ഇവളെ സ്നേഹിച്ച് പോറ്റിപ്പുലർത്തി ഒരു ഉത്തമനായ ഭർത്താവിന്റെ എല്ലാ കടമകളും നിർവഹിപ്പാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ തീരുമാനിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു അലക്സ്. ദൈവം നിന്റെ തീരുമാനങ്ങളെ ആദരിക്കട്ടെ. ബ്രോണിയ ഗ്രേസിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന അലക്സ് ജോയ് എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണ്? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും മരണം നിങ്ങളെ വേർപിരിക്കുന്നതുവരെ എന്നാളും ഇവനെ സ്നേഹിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട ഇവനോട് ഒരുമിച്ച് ജീവിപ്പാൻ ദൈവസന്നിധിയിൽ നീ തീരുമാനിച്ചിരിക്കുന്നുവോ? ഗോഡ് ബ്ലെസ് യു ബ്രോണിയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരും അവരുടെ തീരുമാനത്തെ അറിയിച്ചിരിക്കുന്നതിനാൽ ദൈവകൃപയിൽ ആശ്രയിച്ച്
കർത്താവിന്റെ അദൃശ്യകരങ്ങളാൽ ദൈവരെ യോജിപ്പിക്കുവാൻ പോകുകയാണ്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്തൃദാസന്മാർ ദയവായി എന്നോട് ചേർന്ന്, ദൈവദാസന്മാർ മാത്രം എന്നോട് ചേർന്ന് എഴുന്നേറ്റാണ്. പ്രിയപ്പെട്ടവരെ, അമ്മേ സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. കർത്താവെ, ഞങ്ങളുടെ ഇമോഷനെ, ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അധിവസിക്കണമേ. ഞങ്ങൾ പറയാൻ പോകുന്ന ഉടമ്പടി വാചകങ്ങൾ, എടുക്കാൻ പോകുന്ന തീരുമാനം ദൈവപ്രസാദമുള്ളതായിരിക്കട്ടെ. എല്ലാ മേഖലയിലും ജയിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്ത്രീയായ ബാലയെ തിരഞ്ഞ ഭ്രമൻ നിത്യവരൻ ചെയ്ത വേലയെ തുണ തുടർന്ന പോലെ ഇവിടെയും നീ ചേർത്തരുളിവർ കരങ്ങളെ. നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി, നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്ലുമോദം ചേർന്നു സുഖി ചൊല്ലൽ വേടി നേടുവാനും, കല്ലുമോദം ചേർന്നു സുഖി ചൊല്ലൽ വേടി നേടുവാനും ഇനി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. നിങ്ങൾക്ക് ഇരുവരുടെ മാതാപിതാക്കൾ കൂടി ഈ ഉഭയസമ്മത വാചകം പറയുന്ന സമയത്ത് ദയവായി പ്ലീസ് റിക്വസ്റ്റ്, നിങ്ങൾ കൂടി ഇവരുടെ അടുത്ത് നിൽക്കണമേ എന്ന ദൈവനാമത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ ഇവർ ഉഭയസമ്മത വാചകങ്ങൾ ഏറ്റുപറയട്ടെ. പ്ലീസ് സൈഡിലോട്ട് നിന്നാട്ടെ. നിങ്ങൾക്ക് ഇരുവർക്കും വലത് കരങ്ങളെ കൊടുക്കാം. വലത് കരങ്ങളെ കൊടുക്കാം. രണ്ടുപേർക്കും വലത് കരങ്ങളെ കൊടുക്കാം. ഏതേൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദാം ഹവ്വ ദമ്പതികളെ യോജിപ്പിച്ച സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ യോജിപ്പിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന ഉഭയസമ്മത വാചകങ്ങൾ സ്ഫുടമായി വ്യക്തമായി പറയുക. അലക്സ് ജോയ് ആകുന്ന ഞാൻ, അലക്സ് ജോയ് ആകുന്ന ഞാൻ, ബ്രോണിയ ഗ്രേസ് ആകുന്ന നിന്നെ, ബ്രോണിയ ഗ്രേസ് ആകുന്ന നിന്നെ ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ, മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ എന്നാളും നിന്നെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമനായ ഭർത്താവിന്റെ എല്ലാ കടമകളും നിർവഹിക്കുമെന്ന് സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ദൂതന്മാരെയും സാക്ഷി നിർത്തി ദൈവസഭയുടെ മുൻപാകെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. മൈക്ക് ഹാൻഡ് ഓവർ. താങ്ക് യു. ബ്രോണിയ ഗ്രേസ് ആകുന്ന ഞാൻ, അലക്സ് ജോയ് ആകുന്ന അങ്ങയെ ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ എല്ലാ നാളും അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഉത്തമയായ ഒരു ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിക്കുമെന്ന് സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തെയും ശ്രേഷ്ഠ ദൂതന്മാരെയും
ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷി നിർത്തി സാക്ഷി നിർത്തി പിതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയോട് അങ്ങയോട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. ഞാൻ ഉടമ്പടി ചെയ്യുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ ഉഭയസമ്മത വാചകങ്ങൾക്ക് സർവശക്തനായ ദൈവം സാക്ഷി, നമ്മൾ ഓരോരുത്തരും അതിന് സാക്ഷിയായിരിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കരങ്ങൾ ചേർത്ത് പിടിക്കുക. ഈ സമയത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് അല്പനിമിഷം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സർവത്തിന്റെയും അധികാരിയായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തലമുറ തലമുറയായ ഞങ്ങളുടെ സങ്കേതമായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, പ്രിയപ്പെട്ട അലക്സും പ്രിയപ്പെട്ട ബ്രോഡിയായും അവരുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അഗ്നിമയ രഥങ്ങളും അഗ്നി ആശങ്ങളുമായി അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ കർത്താവേ ഈ ഓഡിറ്റോറിയത്തിനകത്ത് എഴുന്നള്ളി വന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവിടുത്തെ അദൃശ്യ കരങ്ങളാൽ അങ്ങ് യോജിപ്പിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ ഇരുവരും ദൈവ സന്നിധാനത്തിലെടുത്ത തീരുമാനത്തിന്റെയോ അവരേറ്റു പറഞ്ഞ ഉടമ്പടി വാചകങ്ങളോ അവരുടെ ജീവിതത്തിൽ എന്നാളും അവർക്ക് പാലിപ്പാൻ മരണം വരെ വിശ്വസ്തരായി ഉത്തമനായ ഭർത്താവായി ഉത്തമയായ ഭാര്യയായി മലമേലിരിക്കുന്ന പട്ടണം പോലെ തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഇവർ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ വരെ ഒരുമിച്ച് ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് ഇവരെ അനുഗ്രഹിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഉടമ്പടി വാചകങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എന്നും വിശ്വസ്തയോടെ പാലിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കാം. നിങ്ങൾ മാത്രം ദയവായിട്ട് നിന്നാട്ടെ. ആമേൻ. കരങ്ങൾ വിട്ട് നിങ്ങൾ നിന്നാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകൾ കർത്താവ് എത്രത്തോളം അനുഗ്രഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ നിറവിൽ ആ ഉടമ്പടി വാചകങ്ങൾ ഏറ്റുപറഞ്ഞത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ അടുക്കൽ പരീശന്മാർ വന്ന് ചോദിച്ചു, ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാം? കർത്താവ് അതിന് വിശുദ്ധ തിരുവിടത്തിൽ മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞ മറുപടി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന്. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കല്ല് എന്ന് പറഞ്ഞു. പ്രിയ കുഞ്ഞുങ്ങളെ, അദൃശ്യനായ ദൈവത്തിന്റെ കരങ്ങളാലാണ് നിങ്ങൾ യോജിക്കപ്പെട്ടിരിക്കുന്നത്. മരണപര്യന്തം വിശ്വസ്തരായി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തരുന്ന ആയുസ് മുഴുവൻ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അംഗീകരിച്ച് ഉത്തമമായ മാതൃകാപരമായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുടുംബജീവിതം നയിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഒരിക്കലും നിങ്ങൾക്ക് ഈ വിഭാഗബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ദൈവ വചനം അനുവാദം നൽകുന്നില്ല. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കല്ല്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കല്ല്. ഒരാമേൻ ചേർന്ന് പറഞ്ഞാട്ടെ. അമേ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തി എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ 2 പേര്, പ്രിയ
അലക്സ് ജോയ്, ബ്രോണിയ ഗ്രേസ് ദൈവസന്നിധിയിൽ അവർ എടുത്ത ഉടമ്പടി, അവർ ചൊല്ലിയ ഉഭയസമ്മത വാചകങ്ങളാൽ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്ന വിവരം ഞാനിവിടെ പൊതുസഭയിൽ ഔദ്യോഗികമായി അറിയിക്കുന്നു. കരങ്ങളെ അടിച്ച് പുതിയ ദമ്പതികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാ സമൃദ്ധികളും നൽകട്ടെ. ദൈവരാജ്യത്തിനോട് വിശ്വസ്തരായി നിൽക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.